Hsa Natural Science നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോവാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ന്യൂക്ലിയോസൈഡുകൾ അഥവാ ന്യൂക്ലിയോസൈഡ്സ് എന്നാൽ ഇത് 2007 Hsa നാച്ചുറൽ സയൻസ് ചോദിച്ചൊരു ചോദ്യമാണ്. 2007 ചോദിച്ചാൽ എന്താണ് ന്യൂക്ലിയോസൈഡ്? ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയും ഫോസ്ഫേറ്റും കൂടി ചേർന്നത്, നൈട്രജൻ ബേസും പഞ്ചസാരയും ഫോസ്ഫേറ്റും അടങ്ങിയത്. ഓപ്ഷൻ സി വരുന്നത് നോക്കിയേ, നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും കൂടിയത്. ഡി വരുന്നത് നൈട്രജൻ ബേസും പഞ്ചസാരയും അടങ്ങിയത്. അങ്ങനെ 4 ഓപ്ഷൻസുകൾ കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഈ ന്യൂക്ലിയോസൈഡുകൾ എന്ന് വെച്ചാൽ എന്താണ് ന്യൂക്ലിയോസൈഡുകൾ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനു മുമ്പേ ഞാൻ നിങ്ങളെ കാണിക്കുന്നു. നിങ്ങൾക്കറിയാം ഡിഎൻഎയുടെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡ് അല്ലെ, ന്യൂക്ലിക് ആസിഡ് 2 തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട്. ഒന്ന് RNAയും DNA-യും ഉണ്ട്. അതില് ന്യൂക്ലിക് ആസിഡ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഫ്രെഡറിക് മിഷറാണ്. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഫ്രെഡറിക് മിഷറാണ് ആദ്യമായിട്ട് ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തുന്നത്. 2 തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട്. അത് DNA-യുമാണ് RNA-യുമാണ്. അതിലടങ്ങിയിരിക്കുന്ന ഷുഗറിനനുസരിച്ചാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒന്നിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് എന്ന ഷുഗർ ആണ്. അങ്ങനെയാണെങ്കിൽ അത് DNA ആണ്. എന്നാൽ റൈബോസ് ഷുഗർ ആണെങ്കിൽ അത് RNA ആണ്. ഓക്കെ, അങ്ങനെയാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ ന്യൂക്ലിയോടൈഡ്? അതാണ് അടുത്ത ചോദ്യം. നമ്മുടെ ചോദ്യം അതല്ല, ചോദ്യം ന്യൂക്ലിയോസൈഡ് എന്താണെന്നാണ്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു DNA എടുക്കുന്ന സമയത്ത്, RNA കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, DNA കുറിച്ചാണ് പറയുന്നത്. DNA എടുക്കുന്ന സമയത്ത് ആ DNA ഒരു പോളിന്യൂക്ലിയോടൈഡ് ആണെന്ന് പറയാം. എന്താണ് പോളിന്യൂക്ലിയോടൈഡ്? എന്താണ് പോളിന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ ഉദ്ദേശം? നിങ്ങൾ പോളിമർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പോളിമറുകൾ നിങ്ങൾ കെമിസ്ട്രിയിൽ പോളിമറുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. PVC പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. വിനൈൽ ക്ലോറൈഡ് എന്ന മോളിക്യൂളിന്റെ ഒരു കൂട്ടമാണ് പോളിവിനൈൽ ക്ലോറൈഡ്. അതാണ് PVC എന്ന് പറയുന്നത്. അതേപോലെ എഥിലീന്റെ ഒരു കൂട്ടമാണ് എന്ന് പറയുന്നത് പോളിത്തീൻ കവറുകൾ, പോളിത്തീൻ എന്ന് പറയുന്നത്. അതാണ് പോളിമറുകൾ. പോളിമറുകൾ എന്ന് പറഞ്ഞാൽ മോണോമറുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ DNA എടുക്കുകയാണെങ്കിൽ DNAയിലുള്ള മോണോമർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ഒരു കൂട്ടം, അതിനെ കൃത്യമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു കൂട്ടം ന്യൂക്ലിയോടൈഡുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ DNA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, DNA എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോടൈഡ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതിൽ എന്തൊക്കെ ഉണ്ട്? അതിൽ 3 ഭാഗങ്ങളുണ്ട്. ഒരു ഫോസ്ഫേറ്റ് ഭാഗമുണ്ട്, ഒരു പെന്റോസ് ഷുഗർ ഭാഗമുണ്ട്, മറ്റൊരു നൈട്രജനസ് ബേസ് ഭാഗമുണ്ട്. ഒരു ബേസ് ഭാഗം നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പം ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങൾ. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്താന്ന് ഞാൻ പറഞ്ഞു, DNA-കളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകളെ കൊണ്ടാണ്. അതായത് പോളിന്യൂക്ലിയോടൈഡ് ആണ് എന്ന് പറയുന്നത് ഒരു DNA എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, പിന്നെ ഒന്ന് പെന്റോസ് ഷുഗർ ആണ്, പിന്നെ ഒന്ന് നൈട്രജനസ് ബേസ് ആണ്. അങ്ങനെ 3 ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് എന്ത് പറയുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂക്ലിയോസൈഡ്? നമ്മളെ ക്വസ്റ്റ്യൻ അതാണ്. ന്യൂക്ലിയോസൈഡുകൾ എന്നാണ് ചോദിച്ചത്. ന്യൂക്ലിയോസൈഡുകൾ. ന്യൂക്ലിയോടൈഡ് ഞാൻ പറഞ്ഞു, ഈ 3 കൂടി ചേർന്നാണ്. എന്നാൽ ന്യൂക്ലിയോസൈഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫോസ്ഫേറ്റിനെ അങ്ങോട്ട് മാറ്റാം. മാറ്റി പിടിക്കാം. അത് മാറ്റിയിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോസൈഡുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂക്ലിയോസൈഡിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു പെന്റോസ് ഷുഗർ ഉണ്ടാവും. അത് RNA ആണെങ്കിൽ അതിൽ റൈബോസ് ഷുഗർ ആയിരിക്കും. DNA ആണെങ്കിലോ ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. പിന്നെ ഒരു നൈട്രജനസ് ബേസും ഉണ്ടാവും. അപ്പൊ ഒരു പെന്റോസ് ഷുഗറും നൈട്രജനസ് ബേസും ചേർന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോസൈഡുകൾ എന്ന് പറയുന്നത്. അതിനൊപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്നാൽ അതിന് എന്ത് പറയും? നമ്മള് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയും. അങ്ങനെ അടുത്തൊരു ന്യൂക്ലിയോടൈഡുകൾ കൂടി ഒന്നിനടുത്തായി അടുത്ത ന്യൂക്ലിയോടൈഡുകൾ 2 ഭാഗങ്ങളിലും അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു DNA എന്ന് പറയുന്നത്. ഒരു ചിത്രം നമുക്ക് കാണിക്കാം. നോക്കിയേ, ഇവിടെയൊക്കെ ന്യൂക്ലിയോടൈഡുകളാണ്. ഈ ന്യൂക്ലിയോടൈഡുകളെ 2 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു DNA മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ DNA മോളിക്യൂളില് ഈ നൈട്രജൻ ബേസുകൾ തമ്മിൽ ബോണ്ടിങ് ഉണ്ട്. ഇത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഈ
ഹൈഡ്രജൻ ബേസുകൾ തമ്മിൽ ബോണ്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ഓക്കെ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ പറയാം. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ന്യൂക്ലിയോടൈഡ് എന്നാൽ എന്ത്, ന്യൂക്ലിയോസൈഡ് എന്നാൽ എന്ത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ന്യൂക്ലിയോസൈഡ് എന്താണ്, ന്യൂക്ലിയോടൈഡ് എന്താണെന്നുള്ള കാര്യം. ഇനി നമ്മൾ ഈ DNA നോക്കുന്ന സമയത്ത് ഈ കോമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് അതൊന്നും നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ്. ഒരു DNA എടുക്കുന്ന സമയത്ത് അതിന് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും. അതിന് ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോടൈഡുകളെ രണ്ട് തരത്തിൽ നമുക്ക് തന്നെ പറയാം, ന്യൂക്ലിയോസൈഡ്സും ഫോസ്ഫോറിക് ആസിഡും. ഞാൻ പറഞ്ഞല്ലോ, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ്സും ഫോസ്ഫേറ്റും കൂടി ചേർന്നതിനെയാണ്. അപ്പൊ ന്യൂക്ലിയോസൈഡ്സുകൾ ഉണ്ട്. ഇനി അത് കാണുന്ന ബേസുകൾ, നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്നുണ്ട്. അത് നൈട്രജൻ ബേസുകളെ രണ്ടായിട്ടാണ് DNA തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്യൂറിൻസും പിരമിഡിൻസും. പ്യൂറിൻസുകൾ കാണപ്പെടാം, പിരമിഡിൻസുകൾ കാണപ്പെടാം. അത് പ്യൂറിൻസിലാണ് അഡിനിനും ഗുവാനിനും എന്താണ്, പ്യൂറിൻസുകളാണ്. പിരമിഡിൻസുകള് സൈറ്റോസിൻ, യൂറേസിൽ, തൈമിൻ എന്ന് പറയും. അതില് യൂറേസിൽ എന്ന് പറയുന്നത് RNA-യിൽ മാത്രം കാണപ്പെടുന്ന, അടുത്ത ക്വസ്റ്റ്യൻ വരെ, RNA-യിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതെന്ന് വെച്ചാൽ യൂറേസിലാണ്. ഓക്കെ, എന്നാൽ DNA-യിൽ മാത്രമേ എന്ത് കാണപ്പെടുന്നുള്ളൂ, തൈമിൻ കാണപ്പെടുന്നുള്ളൂ. തൈമിൻ DNA-യിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ രണ്ട് തരത്തിലുള്ള ഷുഗർ ഗ്രൂപ്പ് രണ്ട് തരത്തിലുള്ളതുണ്ട്. RNA-യിലാണെങ്കിൽ റൈബോസ് ഷുഗറും DNA-യിലാണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗറും. ഇതാണ് മേജർ കോമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു, ന്യൂക്ലിയോസൈഡ് എന്നാൽ എന്ത്? ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഓപ്ഷൻ ഡി ആണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോസൈഡുകൾ എന്ന് വെച്ചാൽ നൈട്രജൻ ബേസും പഞ്ചസാരയും അടങ്ങിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആരും കൂടി വരും, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ പോളിന്യൂക്ലിയോടൈഡ് ആണ് ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ള കാര്യം.